ഞാൻ ഇന്നോട്ട് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ്. രേണു സുധി ഇന്ന് മുതൽ കളി അങ്ങ് മാറ്റാൻ പോവാണ്. കളിയുടെ ഗിയർ അങ്ങ് മാറ്റാൻ പോവാണെന്നാണ് ശാരികയുടെ അടുത്ത് പറയുന്നത്. സംഭവം സരികയുടെയും ശാരികയുടെയും ആ ഒരു പ്രശ്നത്തിന് ശേഷം ഇവർ രണ്ടുപേരും രേണുവും ശാരികയും റൂമിൽ വന്നിരുന്ന് സംസാരിക്കുകയാണ്. ആ പ്രശ്നത്തെപ്പറ്റി അവർ ആദ്യം പറയുന്നത്, ഇവരെല്ലാവരും ഗ്രൂപ്പായിട്ട് നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്തു. ആദിലെ നൂറയൊന്നും വിചാരിച്ചതുപോലെയൊന്നുമല്ല, എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ആൾക്കാരാണ്. പിന്നെ അക്ബറിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അവരെല്ലാവരും ചേർന്ന് ശാരികയുടെ ആ ഒരു ഷോ നടത്തിയല്ലോ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ സരികയ്ക്കെതിരെ. അപ്പോൾ അതൊരു വിവാദമായപ്പോൾ അതിനെതിരെ അവിടെ വന്ന് സംസാരിച്ചവരെ പറ്റിയാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. ഇവരൊരുമാതിരി ഗ്രൂപ്പായിട്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്ന പോലെ ആയിപ്പോയി. ഞാനും കാണിച്ചു തരാം, ഇനി എൻ്റെ കളി ഞാൻ കാണിച്ചു തരാം, ഇന്ന് മുതൽ ഞാൻ കളി മാറ്റുവാണെന്ന് രേണു ശാരികയുടെ അടുത്ത് പറയുന്നുണ്ട്. എല്ലാവരുടെ അടുത്ത് നിന്ന് ഞാൻ ഗുഡ് മോർണിംഗ് പറയും. ഞാൻ ഒരു ഗ്രൂപ്പിലുമില്ല, നമ്മൾ പോലും ഒരു ഗ്രൂപ്പല്ല, നമ്മളെല്ലാവരുടെയും അടുത്ത് ചെല്ലുന്നുണ്ട്. ഇന്ന് മുതൽ ഞാനും കാണിച്ചു തരാം, എല്ലാവരുടെയും അടുത്ത് നിന്ന് ഞാൻ ഗുഡ് മോർണിംഗ് പറയും, ഞാൻ എല്ലാവരോടും സംസാരിക്കും, ഒരു ഗ്രൂപ്പിൽ ഞാൻ നിൽക്കാൻ പോകുന്നില്ല, എനിക്കും കളിക്കാനറിയാം, ഞാനും കളി മാറ്റാൻ പോവാണെന്ന് രേണു ശാരികയുടെ അടുത്ത് പറയുന്നുണ്ട്. രേണു പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നാളെ മുതൽ ഒരു പുതിയ രേണുവിനെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. നമുക്ക് കണ്ടു തന്നെ അറിയാം. രേണുവിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.